ഭൂമിയിൽ ശക്തനായ രാക്ഷസൻ ഹുംബാബയെ ഗിൽഗമേഷ് പരാജയപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ദേവതയായ ഇഷ്താർ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഭർത്താവണമെന്ന് ആവശ്യപ്പെട്ടു. സമ്പത്തും ആനന്ദവും അനുഗ്രഹവും എല്ലാം ഇഷ്താർ ഗിൽഗമേഷിന് വാഗ്ദാനം ചെയ്തു. പക്ഷെ അദ്ദേഹം അത് പൂർണ്ണമായി നിരസിച്ചു. അവൾക്കുണ്ടായിരുന്ന എല്ലാ കാമുകന്മാരെയും അവൾ കഷ്ടപ്പെടുത്തി എന്ന് അയാൾ ആരോപിച്ചു. നിങ്ങളുടെ ഏത് കാമുകനെയാണ് നിങ്ങൾ എന്നേക്കുമായി സ്നേഹിച്ചത്? നിരീക്ഷണമെല്ലാം ശരിയായിരുന്നു, പക്ഷെ പറഞ്ഞത് ഇഷ്ടാറിനെതിരായാണ്. അവൾ രോഷാകുലയായി. അവൾ ആകാശദേവനായ അനുവിനോട് സ്വർഗത്തിലെ കാളയെ വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. ശ്വാസം കൊണ്ട് ഭൂകമ്പം സൃഷ്ടിക്കാൻ കഴിയുന്ന ദിവ്യജീവി. പക്ഷെ അനു മടിച്ചപ്പോൾ നരകത്തിലെ കവാടങ്ങൾ തകർത്ത് മരിച്ചവരെ ജീവിക്കുന്നവരുടെ മേൽ അഴിച്ചുവിടുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി. അങ്ങനെ സ്വർഗത്തിലെ കാള ഉറുക്കിലേക്ക് ഇറങ്ങി. അതിന്റെ ആദ്യത്തെ മൂളലിൽ 100 യോദ്ധാക്കൾ ഭൂമിയിലെ ഒരു വിള്ളലിലേക്ക് വീണ് മരിച്ചു. രണ്ടാമത്തേതിൽ 200 പേർ കൂടി മരിച്ചു. എന്നാൽ ഗിൽഗമേഷും അവന്റെ സുഹൃത്ത് എൻഗിദുവും ഒരുമിച്ച് പോരാടി. എൻഗിദു കാളയുടെ വാൽ പിടിച്ചു. ഗിൽഗമേഷ് തന്റെ വാള് അതിന്റെ ഹൃദയത്തിൽ കുത്തിയിറക്കി. കാള മരിച്ചു വീണു. പിന്നീട് എൻഗിദു കാളയുടെ തുട ഇഷ്താറിന്റെ മുഖത്തേക്ക് എറിഞ്ഞ് അവളെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ അവൻ വെല്ലുവിളിച്ചത് യുദ്ധത്തിന്റെ ദേവിയെയാണ്.